വചനം നിങ്ങളോട് സംസാരിക്കും. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ച് വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ദൈവവചനം ശക്തമായ ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ബൈബിളിൽ എന്തെഴുതിയിരിക്കുന്നു, തിരുവെഴുത്തുകൾ എന്തു പറയുന്നു എന്ന അറിവിൽ മാത്രം നമ്മൾ സംതൃപ്തരായാൽ പോരാ. നമ്മളത് വിശ്വസിക്കുകയും ധ്യാനിക്കുകയും അത് ഏറ്റുപറയുകയും അതിൽ വസിക്കുകയും അത് എപ്പോഴും അനുസരിക്കുകയും വേണം. ഇതിന് നാം വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ എന്ന് പറയും. വചനത്തിൽ വസിക്കുക എന്നതിൻ്റെ രഹസ്യം ധാരാളമായി വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഇടുക എന്നതാണ്. വചനം കാണണം, അത് ഉറക്കെ കേൾക്കത്തക്ക രീതിയിൽ വായിക്കണം, കേൾക്കുന്നത് വിശ്വസിക്കണം, വിശ്വസിക്കുന്നത് ഏറ്റുപറയണം. ഇത് തുടർച്ചയായി ദിനംതോറും ചെയ്യണം. അങ്ങനെയെങ്കിൽ ദൈവവചനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ അത് ജീവനായി തീരുകയും ചെയ്യും. യോശുവയോട് ദൈവം ഈ വിഷയത്തിൽ എന്ത് കൽപ്പിച്ചുവോ അത് അനുസരിക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുകയും അരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ 24 മണിക്കൂറും ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കണോ എന്ന്. വചനത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കേട്ട വചനത്തിൽ നിലനിൽക്കുക എന്നതാണ്. തീരുമാനങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ മാത്രം എടുക്കുക. നിങ്ങളുടെ തീരുമാനങ്ങൾ ദൈവവചനത്തിന് അടിസ്ഥാനപ്പെടുന്നില്ലെങ്കിൽ അത് തിരുത്തി അതിവേഗം ദൈവവചനത്തിന് അടിസ്ഥാനമായ തീരുമാനത്തിലേക്ക് നിങ്ങൾ വന്നെത്തുക. വിശ്വാസ ജീവിതത്തിലേക്ക് ഞാൻ വന്ന നാളുകളിൽ വിശ്വസ്തരായ ഫലം കായ്ക്കുന്ന അനേക വിശ്വാസ വീരന്മാരുടെ പ്രസംഗങ്ങൾ തുടരെ ഞാൻ ടേപ്പ് റെക്കോർഡറിൽ കൂടി അന്ന് കേൾക്കുമായിരുന്നു. ഇതെൻ്റെ വിശ്വാസ ജീവിതത്തെ സഹായിക്കുകയും ഞാൻ വചനത്തിൽ വസിക്കുവാനും ജീവിക്കുവാനും തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തില് രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വചനം നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? വചനം നിങ്ങളോട് ഉള്ളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങും. ഇനിയും വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഉടനടി നിങ്ങൾ തക്കതായ ഒരു കാര്യം ചെയ്താലേ മതിയാവുകയുള്ളൂ. തുടർച്ചയായി വചനം വായിക്കുവാനും
അത് വിശ്വസിക്കുവാനും അനുസരിക്കുവാനും തുടരെ ദിനംതോറുമുള്ളൊരു പ്രക്രിയയെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുവെങ്കിലേ മതിയാവുകയുള്ളൂ. നിങ്ങളിൽ വസിക്കുന്ന വചനം ജീവനുള്ളതും അത് തുടർച്ചയായി നിങ്ങളോട് സംസാരിക്കുന്നതും ആയിരിക്കും. ഈ വസിക്കുന്ന വചനമാണ് നിങ്ങളെ ദിനംതോറും നിമിഷം പ്രതി വഴി നടത്തുന്നത്. നിങ്ങളിൽ വസിക്കുന്ന വചനം നിങ്ങൾക്ക് പരിചയമുള്ളൊരു പാട്ട് പോലെയോ ഒരു ട്യൂൺ പോലെയോ ഒരു ചിന്ത പോലെയോ നിങ്ങളുടെ ഉള്ളിൽ ഓടിയെത്താം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വചനം മാത്രം ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ സംശയവും നിരാശയുമാണ് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്ത് വരുന്നത് എങ്കിൽ അതിനർത്ഥം സാഹചര്യങ്ങളെ മറികടക്കുവാനുള്ള ദൈവവചനം തീർച്ചയായും നിങ്ങളിൽ വസിക്കുകയോ ജീവനായോ ഇല്ല എന്നതാണ്. ഈ ലോകവും ജഡവും സാത്താനും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടുവാൻ ഉൾനട്ടതും വേരൂന്നിയതുമായ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ആവശ്യങ്ങൾ വരുമ്പോൾ അത് തനിയെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കുന്ന നിലവാരത്തിൽ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കപ്പെടണം. 1 യോഹന്നാൻ 2-ാം അധ്യായം 14-ാം വാക്യം പ്രകാരം പറയുന്നു, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വചനത്തിൽ ഇറങ്ങുക. അതിൻ്റെ ആഴങ്ങളെ തേടുവാനായിട്ട് നിങ്ങൾ ഒരുക്കത്തോടൊരു തീരുമാനമെടുക്കുക. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ അനുവദിക്കുക. അത് തന്നെ ഏറ്റുപറയുക. അപ്രകാരമാണ് നിങ്ങൾ ക്രിസ്തുവിൽ ജയോത്സവമായി ജീവിക്കുന്നത്. റോമർ 8-ാം അധ്യായം 37-ാം വാക്യം പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പരിചയിക്കുമോ? തലമുറകളായി രോഗങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടെന്നും കൈമാറ്റപ്പെടുന്നുവെന്നും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ ഇപ്രകാരം ദൈവവചനം കണ്ടെത്തി പറയുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സങ്കീർത്തനം 103:1-5 വരെ വായിക്കുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഞാൻ എപ്രകാരം ബില്ലടയ്ക്കും, കടം കൊടുത്തു തീർക്കും എന്നൊക്കെ പറയുന്നവരാണ് നിങ്ങളെങ്കിൽ 2 കൊരിന്ത്യർ 9-ാം അധ്യായം 8-ാം വാക്യം അത് ധ്യാനിച്ച് ബലത്തോടെ ഉറക്കെ പറയുക. ഞാൻ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവനായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് എന്നിൽ സകല കൃപയും പെരുക്കുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു. ഇപ്രകാരം ചെയ്തതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്.
ഇന്ന് നിങ്ങൾ നേരിടുന്ന ആവശ്യം എന്താണ്? നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവടുപിട എടുക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സംബന്ധിക്കുന്ന വാഗ്ദത്തങ്ങൾ തിരുവെഴുത്തുകളിൽ നിന്ന് കണ്ടെത്തി അടിവരയിട്ട് ഒരു നോട്ട് പുസ്തകത്തിലേക്ക് അത് മാറ്റുക. തുടരെ തുടരെ അത് ധ്യാനിക്കുവാനും ഏറ്റുപറയുവാനും ഇന്നു മുതൽ തുടങ്ങുക. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായും ഒരു വ്യത്യാസം വരുത്തും. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.